വനം വകുപ്പിന്റെ നിലമ്പൂർ അരുവാക്കോട് നെടുങ്കയം തടി ഡിപ്പോകളിൽ അംഗീകൃത വ്യാപാരികൾക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷൻ ഡിഎഫ്ഒ നടപടിക്കെതിരെ വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾ മുഖ്യമന്ത്രി, വനം മന്ത്രി, വനം വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകി. വ്യാപാരികളുടെ പരാതികളിൽ അന്വേഷണം ആരംഭിച്ചതായി വനം വിജിലൻസ് കോഴിക്കോട് ഡിഎഫ്ഒ ജയപ്രകാശ് അറിയിച്ചു. നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസറാണ് അന്വേഷണം നടത്തുന്നത്. പാലക്കാട് ടിംബർ സെയിൽ ഡിവിഷന് കീഴിലാണ് വനം വകുപ്പിന്റെ ജില്ലയിലെ അംഗീകൃത തടി വിൽപ്പന കേന്ദ്രങ്ങളായ അരുവാക്കോട് ടിംബർ സെയിൽസ് ഡിപ്പോയും നെടുങ്കയം ടിംബർ സെയിൽസ് ഡിപ്പോയും ഉള്ളത്. പതിറ്റാണ്ടോളമായി പ്രവർത്തിക്കുന്ന ഈ ഡിപ്പോകളിൽ പ്രവൃത്തി ദിവസങ്ങളിലും ഒഴിവു ദിവസങ്ങളിലും വ്യാപാരികൾക്ക് തങ്ങൾ വിളിച്ചെടുത്തതും ലേലത്തിന് ഒരുക്കുന്ന തടികൾ കാണുവാനും ആവശ്യക്കാർക്ക് കാണിച്ചു കൊടുക്കുവാനും തടസ്സമില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 മാസമായി ഡിപ്പോയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഗേറ്റുകൾ പാലക്കാട് ടിംബർ സെയിൽസ് ഡിവിഷൻ ഡിഎഫ്ഒ രാജീവിന്റെ നിർദ്ദേശപ്രകാരം ഗേറ്റിൽ ഡ്യൂട്ടിക്കായി ആളെ നിയോഗിച്ചിട്ടുണ്ട്. വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരികൾക്കും ഈ നിയന്ത്രണം ബാധകമാണ്. മേൽവിലാസം, ഫോൺ നമ്പർ, ഡിപ്പോയിലേക്ക് പോകാനുള്ള കാരണം എന്നിവ ബോധിപ്പിക്കണം. ഇതോടെ വ്യാപാരികളിൽ ചിലർ ഡിപ്പോകളിൽ നടക്കുന്ന ലേലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. വനം വകുപ്പിന് തടി ലേലത്തിലൂടെ ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നതും നികുതി വരുമാനത്തിൽ വലിയ തുക സർക്കാരിലേക്ക് ലഭിക്കുന്നതും അരുവാക്കോട് ഡിപ്പോകളിൽ നിന്നാണ്. ഡിഎഫ്ഒയുടെയും റേഞ്ച് ഓഫീസർമാരുടെയും പുതിയ നിയന്ത്രണത്തോടെ ഡിപ്പോകളിൽ നടക്കുന്ന ഈ ലേലങ്ങളിൽ വിറ്റുപോകുന്ന തടികളുടെ അളവിൽ വലിയ കുറവാണുള്ളത്. ഇത് സർക്കാർ പരിശോധിക്കണമെന്നും വ്യാപാരികൾ ആവശ്യപ്പെട്ടു. 25 വർഷമായി വനം വകുപ്പിന്റെ അംഗീകൃത വ്യാപാരിയായ എടവണ്ണ സ്വദേശി അസ്ഹർ പറയുന്നു. പുതിയ നിയന്ത്രണം ഡിപ്പോകളിലെ ലേലത്തിലൂടെ സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനം കുറയ്ക്കാനാണ്. ഇത്തരം നടപടികൾ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്താനുള്ള കളമൊരുക്കലാണ്. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയെടുത്ത് പഴയ അവസ്ഥ പുനഃസ്ഥാപിക്കണം. പാലക്കാട് ടിംബർ ഡിവിഷന് കീഴിൽ മാത്രമാണ് ഈ നിയന്ത്രണമുള്ളതെന്നും അസ്കർ പറയുന്നു. ഇവിടെ ഈ അരുവാക്കോട് ഡിപ്പോ ഒരു 25 വർഷമായിട്ട് ഞാനിവിടെ വരുന്നുണ്ട്. വളരെയധികം സുതാര്യമായിട്ടുള്ള പ്രവണതയാണ് ഇത് കണ്ടുവരുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഈ 2 മാസം 3 മാസം കൊണ്ട് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്. ഈ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, 2 ഗേറ്റും പൂട്ടിയിടുക, അതിന്റെ ഉള്ളിലോട്ട് ലേലത്തിന്റെ ആളുകളെയും മറ്റുള്ള ആളുകൾക്കൊക്കെ പ്രവേശനം ഒരു ദുഷ്കരമായിട്ടുള്ള ഒരു രീതിയിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. മരം കാണാനും മറ്റുള്ള സംഗതികൾക്കൊക്കെ ശരിക്കും ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ ശരിക്കും സ്വാഗതം ചെയ്യാൻ വേണ്ടി എല്ലാവരും സ്വീകരിച്ചു കണ്ട് എങ്ങനെ ഇത് സെയിൽസ് ഡിപ്പോ ആണ്. അപ്പോൾ സെയിൽസ് ഡിപ്പോയിൽ എന്ന് പറയുമ്പോൾ അവരൊക്കെ സ്വീകരിച്ചിട്ട് എല്ലാ ആൾക്കാരെയും എങ്ങനെ മരം വിൽപ്പനക്കാണ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കേണ്ടത്. ഇത് നേരെ സ്വകാര്യവൽക്കരിക്കുന്ന ഒരു രീതിയിലാണ് ഈ സർക്കാർ ഡിപ്പോ കൊണ്ടുപോയിക്കാണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇത് ചെയ്യുന്നത്. ചിലരെ സഹായിക്കുവാനും അതിലൂടെ കമ്മീഷൻ അടിച്ചെടുക്കുവാനുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയവരുടെ ലക്ഷ്യം. ഇത് തെളിയിക്കുന്ന ഫോട്ടോകൾ ഉൾപ്പെടെ തങ്ങളുടെ കൈവശമുണ്ടെന്നും വ്യാപാരികളിൽ ഒരു വിഭാഗം പറയുന്നു. ഈ 2 ഡിപ്പോയിലും ആൾക്കാരെ തടി കണ്ട് ബോധ്യപ്പെട്ട് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതുകൊണ്ട് തന്നെ സർക്കാരിന്റെ റവന്യൂ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പരിശോധിച്ചാൽ തന്നെ അറിയാവുന്നതാണ്. വളരെ കമ്മിയായിട്ടാണ് സർക്കാരിലേക്കുള്ള റവന്യൂ ഇതായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല റീറ്റെയിലിന്റെ കഴിഞ്ഞ കഴിഞ്ഞ 2-3 റീറ്റെയിൽ നോക്കിയാൽ തന്നെ വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ സെയിലായിട്ടുള്ളൂ. ഇപ്പോൾ അരുവാക്കോട് ഡിപ്പോയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന അശാസ്ത്രീയമായ തീരുമാനങ്ങളുടെ ഫലമായി ഞാനിപ്പോൾ ലേലത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതും ഗവൺമെന്റ് നല്ലൊരു റവന്യൂ വരുമാനം കുറയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. ഈ തീരുമാനങ്ങൾ നമുക്ക് ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇങ്ങനെ മരങ്ങൾ എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ പിടിവാശി മൂലമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ പ്രശ്നങ്ങളായിട്ട് നമ്മള് 2-3 വകുപ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫ്ലൈയിങ് സ്ക്വാഡ് കാലിക്കറ്റ്, അതേപോലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്, വകുപ്പ് തല മന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നെടുങ്കയം ഡിപ്പോയിൽ റേഞ്ച് ഓഫീസർ കച്ചവടം ചെയ്യുന്ന സ്വകാര്യ വ്യക്തിന്റെ ഓഫീസിൽ പോയി കച്ചവടം ചെയ്യുന്ന ഫോട്ടോ സഹിതമുള്ള പരാതികൾ ആണ് കൊടുത്തിട്ടുള്ളത്. ഗേറ്റുകൾ അടച്ചിട്ടില്ലെന്നും പുതിയതായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പാലക്കാട് ടിംബർ സെയിൽ ഡിഎഫ്ഒ രാജീവ് പറഞ്ഞു. അവധി ദിവസങ്ങളിൽ വ്യാപാരികൾക്ക് ഉൾപ്പെടെ പ്രവേശനം അനുവദിക്കില്ല. വ്യാപാരികൾക്ക് പേരും മേൽവിലാസവും ഫോൺ നമ്പറും നൽകിയാൽ ഡിപ്പോയിൽ പ്രവേശിക്കുവാൻ തടസ്സമില്ല. എന്തിനാണ് പുതിയ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന ചോദ്യത്തിന് ഡിവിഷന്റെ ചുമതലയുള്ള തനിക്ക് അതിന് അധികാരമുണ്ടെന്നും ഡിപ്പോയുടെ സുഗമമായ പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.